ലോകം നിങ്ങളുടെ മുൻപിൽ എല്ലാ വാതിലുകളും കൊട്ടി അടച്ചാലും ഇനി വാതിലില്ല, വഴിയില്ല എന്ന് ചിന്തിക്കേണ്ട. ദൈവത്തിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള സ്വർഗീയമായ വാതിലുകൾ ദൈവം തുറന്ന് തരും. ഹല്ലേലൂയ, ആമേൻ. അതിനുവേണ്ടി ഒരുപക്ഷെ ഒരു മനുഷ്യനെയും ദൈവം ഇടപെടുത്തുകയില്ല. തന്റെ ദൂതനെ അയച്ചു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ബൈബിളിൽ കാണുന്ന ദൈവികമായ വഴികളെല്ലാം ദൈവത്തിന്റെ ദൂതന്മാരെ കൊണ്ട് ദൈവം തുറക്കുകയായിരുന്നു. ഇന്നത്തെ സന്ദേശത്തിൽ ദൈവം തരുന്ന ആലോചന അതാണ്. നിങ്ങൾക്ക് ഒരു സാധ്യതയും മുൻപോട്ട് പോകാൻ വഴി തുറക്കുന്നില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ദൈവം ദൈവികമായ നിലവാരത്തിൽ ശ്രേഷ്ഠമായ വഴി തുറന്നു തരും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ 12-ാമത്തെ അധ്യായത്തിൽ പത്രോസിനെയും യാക്കോബിനെയും തടവിലാക്കിയിരിക്കുന്നു. യാക്കോബിനെ വാളുകൊണ്ട് ഹെരോദാവ് കൊന്നു. പത്രോസിനെ പിടിച്ച് അടുത്ത ദിവസം ജനത്തിന്റെ മുമ്പിൽ നിർത്തി വിചാരണ ചെയ്ത് വെട്ടിക്കൊലപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഹെരോദാവിന്റെ കാരാഗ്രഹത്തെ, അല്ലെങ്കിൽ ആ കാരാഗ്രഹത്തിന്റെ നടുവിൽ നിന്ന് വാതിലുകളെ തുറന്ന് അവനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ കാണുന്നത്. 12-ാം അധ്യായം 10-ാം വാക്യം. അവർ 1-ാം കാവലും 2-ാമത്തേത് കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്നും അവൻ തന്റെ ദൂതനെ അയക്കും തന്റെ മക്കളെ പുറത്തു കൊണ്ടുവരുവാൻ. ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്, പ്രാർത്ഥന കുറയരുത്. ഒരു ഭാഗത്ത് യാക്കോബിനെ കൊന്നല്ലോ, ഇനിയിപ്പം പത്രോസിനും അത് തന്നെ ആയിരിക്കും സ്ഥിതി എന്ന് വിചാരിച്ച് സഭ പ്രാർത്ഥിക്കാതിരുന്നില്ല. അതേ സമയത്ത് തന്നെ പ്രാർത്ഥിച്ചാൽ, അപ്പോൾ ഒരു ഭാഗം വഴി അടയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്തും പ്രവർത്തിക്കാൻ ശക്തനാണ്, ദൈവം ശക്തനാണെന്നുള്ള വലിയ ഉറപ്പ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. എത്ര അസാധ്യതകൾ മുൻപിലുള്ളതെങ്കിലും മനുഷ്യരെ നോക്കണ്ട, ലോകത്തെ നോക്കണ്ട, അസാധ്യതകളെ നോക്കണ്ട, സാധ്യമാക്കുന്ന ദൈവത്തെ നോക്കിക്കൊള്ളുക. ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഇവിടെ പത്രോസിന് വേണ്ടി ദൈവം കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കുകയാണ്. ഇരുമ്പ് ചങ്ങലകളെ അഴിച്ചു കളയുകയാണ്. വലിയ പട്ടണത്തിന്റെ വാതിലുകളെ സ്വതവേ തുറക്കുകയാണ്. ആമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇനി വഴിയില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങളെ ഈ കേസ് പരിഹരിക്കാൻ പറ്റാത്തതാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അകപ്പെട്ടവരല്ല വീണ്ടും വീണ്ടും തകർച്ചയിലേക്ക് പോയിട്ടുള്ളതൊക്കെ നിങ്ങളോട് പറഞ്ഞാലും നിരാശപ്പെടേണ്ട. കർത്താവ് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതനെ ദൈവം അയക്കും വാതിൽ തുറക്കാൻ. ചെങ്കടലിന്റെ വാതിൽക്കൽ വന്ന് ഇസ്രായേലിനെ നിൽക്കുക. ദൈവം പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചതാണ്. പുറപ്പാട് 14-ാം അധ്യായത്തിൽ എല്ലാവരും നിലവിളിക്കുക. എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. മരിക്കാൻ ഒരുങ്ങിക്കോളാൻ കുറെ പേര് വിളിച്ചു പറയുന്നുണ്ട്. മരിക്കാൻ, ഒന്നീ വെള്ളത്തിൽ മരിക്കാൻ ഒരുങ്ങിക്കോ, അല്ലെങ്കിൽ ഫറവോയും സൈന്യവും വെട്ടിക്കൊല്ലാൻ പോവുകയാണ്. അങ്ങനെ വാളിനാൽ മരിക്കാൻ തയ്യാറായിക്കോളാൻ വിളിച്ചു പറയുമ്പോൾ അങ്ങനത്തെ വാക്ക് കേൾക്കാൻ നിൽക്കാതെ മോശ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ദൈവം ഒരു കാറ്റിനെ അടുപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ദൂതൻ വരിക, ഒരു കാറ്റടുപ്പിച്ച് ആ കടൽ അങ്ങ് രണ്ടാക്കി വിഭാഗിച്ചു. ആമേൻ. ഇതൊക്കെ സംഭവങ്ങൾ, ഇതൊക്കെ ദൈവം ചെയ്യുന്ന കാര്യമല്ലേ. ദൈവത്തിന് ആ ചെങ്കടലിലും തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവമായിട്ടൊരു വഴി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ വാക്കനുസരിച്ചു ആ കാറ്റ് ചെങ്കടലിനെ രണ്ടാക്കി മാറ്റി ഉണങ്ങിയ നിലമാക്കി വാഗ്ദത്തത്തിലേക്ക് അവരെ കൊണ്ടുപോയി. അതേ പ്രിയമുള്ളവരെ, ഇനി മരിക്കാൻ തയ്യാറായിക്കോളാൻ ഡോക്ടേഴ്സ് വിധി എഴുതിയാലും, കടക്കാര് ഭീഷണി പറഞ്ഞാലും, നാട്ടുകാരും അസൂയക്കാരും ഒക്കെ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചാലും, അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ലെന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാലും നിങ്ങൾ നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ആ പ്രതിസന്ധിക്ക് അകത്ത് ദൈവം കരുതിയിട്ടുണ്ട്. ആമേൻ പറഞ്ഞ് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യട്ടെ. ഹല്ലേലൂയ. കോരശിനെ കുറിച്ച് പറയുന്നത് ദാനിയേലിന്റെ പുസ്തകത്തിൽ, ദാനിയേല് പാർസി രാജ്യത്ത് അവൻ പ്രധാനിയായിരിക്കുമ്പോൾ തന്നെ ഓരോ നെബൂഖദ്നേസർ തൊട്ട് ബെൽഷസ്സറും പിന്നീട് ദാര്യാവേശും ഇവരെല്ലാം വന്നിട്ട് ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചതിന്റെ ബാക്കി കാര്യങ്ങൾ യഹോവയെ ആരാധിക്കുന്നതിന്റെ പേരിൽ വീണ്ടും വീണ്ടും പീഡനങ്ങൾ പുറപ്പെടുവിക്കുകയായിരുന്നു. എന്നാൽ അതിനെ അറുതി വരുത്തിക്കൊണ്ട് ദൈവം കോരശിനെ കൊണ്ടുവരികയാണ്. പേർഷ്യൻ രാജാവായ കോരശിനെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ കോരശിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ദൈവം അവന് വേണ്ടി തുറക്കാൻ പോകുന്ന വാതിൽ? തന്റെ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്നും പ്രവാസത്തിൽ നിന്നും ഒരു മടങ്ങി വരവ്,
കോരേശ് വന്നിട്ട് വേണം കൽപ്പന പുറപ്പെടുവിക്കുവാൻ. അതിനുവേണ്ടി ദൈവം കോരേശിനെ തൻ്റെ ഇടയനായി ചിത്രീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ വാതിൽ നിനക്ക് വേണ്ടി തുറക്കും. നീ ചെന്ന് മേദ്യ പേർഷ്യൻ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെ നിഗ്രഹിച്ച് നീ അധികാരിയായി ആ ദേശത്തുനിന്ന് എൻ്റെ ജനത്തെ പുറപ്പെടുവിക്കണം, കനാനിലേക്ക് അല്ലെങ്കിൽ പലസ്തീനിലേക്ക് അവരെ തിരികെ അയക്കണം. കോരേശ് അതുപോലെ അനുസരിക്കുക. എന്നാൽ അതിനു മുമ്പായി ദൈവം ചെയ്ത കാര്യമാണ് 45 യെശയ്യാ 45:1. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. കണ്ടോ, തന്റെ ജനത്തിന് വേണ്ടി ഒരു ജാതീയ രാജാവിനെ മുമ്പിൽ നിർത്തി അവന് വേണ്ടി ദൈവം വഴി തുറന്നു കൊടുക്കുക. എന്തിനു വേണ്ടിയാ? ദൈവജനത്തിന് വഴി തുറന്നു കൊടുക്കുവാൻ. അതെ, ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിർത്തണ്ട, പ്രാർത്ഥിച്ചോ, ശക്തമായി പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കാൻ വേറെ ചിലർക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. ചില ജാതികൾക്ക് വഴി തുറന്നിട്ടാണെങ്കിലും അവർ തുറവാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. അപ്പൊ ദൂതനെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും, ഭരണാധികാരികളെ ഉപയോഗിക്കാൻ പറ്റും, ജാതികളെ ഉപയോഗിക്കാൻ പറ്റും. തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരും, തന്റെ ജനത്തിനു വേണ്ടി പാതയൊരുക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ, മരണം മുൻപിൽ നിൽക്കുമ്പോൾ, ആരും രക്ഷപ്പെടാത്ത ആ പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ, ആരും വാതിൽ തുറക്കാതില്ലാത്തപ്പോൾ യഹോവയായ ദൈവം തന്നെ സ്വർഗത്തിൽ വാതിൽ തുറന്നു. 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു, ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനെ വിളിച്ചു മുകളിലേക്ക് കയറ്റുകയാണ്. അതേ പ്രിയമുള്ളവരെ, എല്ലാ വഴി അടഞ്ഞെന്ന് പറഞ്ഞാലും, ദൂതനുമില്ല മനുഷ്യനുമില്ല എന്ന് പറയുമ്പോഴും സ്വർഗം തുറക്കും, വാതിൽ തുറക്കും. നിങ്ങൾക്ക് വേണ്ടി വാതിൽ ദൈവം തുറന്നിട്ടുണ്ട്. നിങ്ങൾ രാമൻ പറഞ്ഞാൽ മതി. ദൈവം നിങ്ങളുടെ വിഷയത്തിന്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി, നിങ്ങളുടെ ആ കടഭാര പ്രശ്നത്തിന് വേണ്ടി, നിങ്ങളുടെ രോഗ പ്രശ്നത്തിന് വേണ്ടി, നിങ്ങൾ അനുഭവിക്കുന്ന നിന്നാ വിഷയത്തിന് വേണ്ടി പരിഹാരം ഉണ്ടാക്കും. ദൈവം വാതിൽ തുറക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകും. ഇന്ന് ദൈവത്തിന്റെ വാതിൽ തുറക്കുന്നത് നമ്മൾ കാണും യേശുവിന്റെ നാമത്തിൽ. പ്രിയ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു വാതിലാകുന്നു. യേശുവിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി ദൈവം വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആരും അടയ്ക്കാതെ വേണം തുറക്കുകയും ആരും തുറക്കാതെ വേണം അടയ്ക്കുകയും ചെയ്യുന്നവനെന്ന് അവിടുത്തെ പുത്രനെ കുറിച്ച് പറയുന്നു. കർത്താവെ, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കുന്നതിനായി നന്ദി. അത്ഭുതകരമായ വഴി ദൂതനെ അയച്ച്, കാറ്റിനെ അയച്ച്, പ്രകൃതി ശക്തികളെ അയച്ച്, മനുഷ്യനെ കൊണ്ട്, ശത്രുക്കളെ കൊണ്ട്, കർത്താവെ ജാതികളെ കൊണ്ട് അല്ല, കർത്താവെ സ്വർഗത്തിലെ ദൈവം തന്നെ ഞങ്ങൾക്ക് നേരിട്ട് വാതിലുകൾ തുറന്നു തരുന്നതിനായി നന്ദി. ഞങ്ങളത് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വഴി ഇന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ വിഷയത്തിൽ ഇറങ്ങി വരട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യട്ടെ, വലിയ വഴികളെ തുറക്കട്ടെ. ഈ വചനം നിങ്ങൾ വിശ്വസിക്കുക, ഏറ്റുപറയുക, ഈ സന്ദേശം ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.